Hi everyone, welcome on another episode of Later Stories. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വൈ ആർ ബി ടയർഡ് ഇവൺ ആഫ്റ്റർ സ്ലീപ്പിംഗ്. എത്ര നേരം നമ്മൾ ഉറങ്ങിയാലും എന്തുകൊണ്ടാണ് പിന്നെയും നമ്മൾ ടയേർഡ് ആവുന്നത്? അപ്പൊ അതിന് പല പല കാര്യങ്ങളുണ്ട്, പല പല കാരണങ്ങളുണ്ടാവാം. അപ്പൊ അതില് ചില കാരണങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഭാരം, നമ്മൾ എന്ത് ക്യാരി ചെയ്യുന്നു, നമ്മുടെ മനസ്സിൽ എന്ത് ക്യാരി ചെയ്യുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും നമ്മുടെ ഈ ടയർഡ്നെസ് വരിക. അപ്പോ അതിന് കുറച്ച് പ്രതിവിധികളുണ്ട്. അപ്പൊ അതിനു മുമ്പ് എന്തുകൊണ്ടായിരിക്കും ഈ ടയർഡ്നെസ് വരിക എന്നുള്ളതിന്റെ കാരണം നമുക്കൊന്ന് നോക്കാം. അപ്പോ നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഏകദേശം റെഡിയാവും, ഫ്രഷ് ആവും. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും റെസ്റ്റ് വേണം. നമ്മുടെ മനസ്സ് റെസ്റ്റ് എടുത്താലേ നമ്മുടെ മനസ്സും ഫ്രഷ് ആവുള്ളൂ, ക്ലിയർ ആവുള്ളൂ. അപ്പൊ അത് എടുക്കാണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് റെസ്റ്റ് കിട്ടാണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ടയർഡ്നെസ് നമ്മുടെ മനസ്സിന് ടയർഡ്നെസ് തോന്നുക. അപ്പൊ ഈ ഒരു രീതിക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പല രീതിക്കുള്ള ടയർഡ്നെസ് നമുക്ക് വരാം. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടുവരുന്നത് മോഡേൺ ലൈഫ് സ്റ്റൈൽ കൊണ്ടുള്ള ഇഷ്യൂസ് ആണ്. അപ്പൊ മോഡേൺ ലൈഫ് സ്റ്റൈലിൽ നമ്മളെ ത്രൂ ഔട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പൊ സ്മാർട്ട് ഫോണിൽ മെസ്സേജസ് വരും, റീൽസ് വരും, ന്യൂസ് വരും, ഹെഡ്ലൈൻസ്, മറ്റുള്ള ജീവിതങ്ങൾ വരും, നമ്മുടെ തന്നെ ഓരോ കാര്യങ്ങൾ വരും, നമ്മുടെ ഫോൺ ആപ്സ്, നമ്മുടെ സോഷ്യൽ മീഡിയ, ഇതുപോലെ പല പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ പല പല സമയത്തായിട്ട് പോകും. അപ്പൊ ആ ഒരു കാര്യങ്ങൾ അതെപ്പോഴും നമ്മുടെ മനസ്സിൽ, ഇപ്പൊ ഫോൺ ഓഫ് ചെയ്താലും നമ്മൾ വെറുതെ ഇരുന്നാലും നമ്മുടെ മനസ്സിൽ കാര്യങ്ങളൊക്കെ എപ്പോഴും പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, പിന്നെയും റീവൈൻഡ് ചെയ്ത് പിന്നെയും പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഇത് ഒരു കാരണമാവാം ഈ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ മോഡേൺ ഡേ നമുക്ക് തരുന്ന ഈ സിക്നസ്. പിന്നെ വേറെ വരുന്നത് ഇമോഷണൽ സിക്നസ് ആണ്. നമ്മൾ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ദേഷ്യപ്പെട്ടു, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, നമ്മുടെ മനസ്സിന്റെ ഭാരം, നമ്മളെ ആൻസൈറ്റി, നമ്മുടെ ദുഃഖം, അതിലോട്ട് സന്തോഷം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കും. അപ്പൊ ഈ കാര്യങ്ങളും കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ അതും ഒരു ഇമോഷണൽ സിക്നസിന് നമുക്ക് ഇടയാക്കും. അപ്പൊ അതാണ് രണ്ടാമത്തെ തരം സിക്നസ്. ഇനി നമ്മൾ മൂന്നാമത്തെ തരം സിക്നസിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ മെന്റൽ ഓവർലോഡാണ്. അപ്പൊ ഈ മെന്റൽ ഓവർലോഡ് എന്ന് പറയുകയാണെങ്കിൽ മെന്റലി നമ്മൾ ചെയ്തിട്ടുള്ള ടാസ്ക് നമുക്ക് ഒരു അംഗീകാരം കിട്ടിയില്ല, അപ്പൊ അങ്ങനെ വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുപോലത്തെ ഓരോരോ കാര്യങ്ങൾ നമ്മളും നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ആയിട്ടും നമ്മുടെ കൊളീഗ്സ് ആയിട്ടും ഉള്ള എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂസ് അത് നമ്മുടെ മനസ്സിൽ കിടന്ന് നമ്മൾ ആരോടും പറയാനുണ്ടോ, അല്ലെങ്കിൽ മീൻസ് നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ തന്നെ കിടന്ന് അത് നമുക്ക് ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നാം. അപ്പൊ അതാണ് മൂന്നാമത്തെ തരം ഓർഡർ. ഇനി നാലാമത്തെ തരമുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈഫ് നമുക്ക് കൊണ്ടുവരുന്ന ഒരു ഇതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അപ്പൊ നമുക്ക് വരുന്ന മെസ്സേജ്, നമ്മുടെ റീല്, ഇന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഈ ഡിജിറ്റൽ ഓവർലോഡ് നമുക്ക് വരും. അപ്പൊ അതിന് ഡിജിറ്റൽ ഓവർലോഡ് ഒക്കെ നമുക്ക് പറയുകയാണെങ്കിൽ ഏകദേശം നമ്മളൊരു സിസ്റ്റത്തിൽ, നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ ഒരു ബ്രൗസർ എടുത്ത് 100-150 ടാബ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചേക്കും. അപ്പൊ ആ ഒരു കണ്ടീഷൻ കാരണം അത് കാരണം തന്നെ കമ്പ്യൂട്ടർ സ്ലോ ആവാം. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും, ഇതുപോലെ 100 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ മര്യാദയ്ക്ക് പ്രോസസ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് ഇങ്ങനെ ഈ വരുന്ന ഒരു ഓവർലോഡ്. അതാണ് നമ്മുടെ മനസ്സിന് മെയിനായിട്ടും സിക്നസ് വരുന്നത്. അപ്പൊ ഇതിന് എന്താണ് പ്രതിവിധി, എന്താണ് ചെയ്യുക? അപ്പൊ ഇത്രയും നമ്മൾ 4 തരം ഓവർലോഡ് നമ്മൾ സംസാരിച്ചു. ഇനിയിപ്പോ ഇതിന് എന്താണ് പ്രതിവിധി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് മെയിനായിട്ടും എന്താ ചെയ്യേണ്ട, ആദ്യം നമ്മളിപ്പോ ഉറങ്ങാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ രാത്രി നമ്മൾ ഒറ്റയ്ക്ക് തനിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുക. അപ്പൊ നമ്മൾ ഈ ജസ്റ്റ് ഒരു ഉറങ്ങുന്നതിന് കുറച്ചു നേരം മുമ്പ് നമ്മളൊരു ഡയറി
ഒരു ഡയറി അല്ലെങ്കിൽ ഒരു പേപ്പറും പാൻ എടുത്ത് നമ്മൾ ജസ്റ്റ് ഈ കാര്യങ്ങൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ഇന്ന കാര്യങ്ങളാണ് എന്റെ മനസ്സിലിപ്പുള്ളത്. 1, 2, 3 ഇങ്ങനെ നമ്പർ ഇട്ട് എഴുതി വെക്കുക. ഇന്ന കാര്യങ്ങളാണ് എന്റെ മനസ്സിലുള്ളത്. അപ്പൊ ഇത് ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഫിക്സ് ചെയ്യാനോ അതിനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്താണ് കിടന്ന് കളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താണ് ഇങ്ങനെ ഇഷ്യൂ, ആ കാര്യം നമ്മൾ കറക്റ്റായിട്ട് അത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് എന്റെ മനസ്സിലെ ഭാരം എന്ന് നമ്മൾ കറക്റ്റായിട്ട് എഴുതി വെക്കുക. ഇത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് നോട്ട് ചെയ്യാം. കാരണം ഇതൊരു ഓവർനൈറ്റ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളായിരിക്കില്ല. അപ്പൊ അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ നമ്മുടെ മനസ്സിലൊരു എന്തെടുക്കുക, നമ്മൾ ഡിസിഷൻ എടുക്കുക, ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് എന്റെ മനസ്സ് ഇങ്ങനെ ഭാരമായിട്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഓവർലോഡായിട്ട് ഇരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടുന്ന എന്ത് ചെയ്യണം, അത് നാളെ എഴുന്നേറ്റ് ഇതിനെങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ പറ്റി വേണം നമ്മൾ ആലോചിക്കാൻ. ആ ഒരു പോസിറ്റീവ് ചിന്ത തന്നെ നമ്മുടെ മനസ്സിനൊന്ന് ലൈറ്ററാക്കും. അപ്പൊ ഈ ഓവർലോഡ് പതുക്കെ നമുക്കൊന്ന് കുറയ്ക്കാം. അപ്പൊ ആ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ചെറിയൊരു റിലീഫ് കിട്ടും. ഈ ഓവർലോഡിന് ചെറിയ റിലീഫ് കിട്ടും. അത് ഒരു വഴി. പിന്നെ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ക്രീൻ ടൈം ഒന്ന് കുറയ്ക്കുക. ഈ സ്ക്രീൻ ടൈം ഒക്കെ നമ്മൾ ഈ രാത്രി ഉറങ്ങാതെയോ അല്ലെങ്കിൽ കാലത്ത് എഴുന്നേറ്റിട്ടും ഈ ഫുള്ളി നമ്മൾ ഫോൺ നോക്കുക, റീൽസ് നോക്കുക, നമ്മൾ സോഷ്യൽ മീഡിയ, മറ്റ് പല ആപ്സ്, പല പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ആ ഫോൺ ഓഫ് ചെയ്താലും നമ്മുടെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ഒരു സ്ക്രീൻ ടൈം ഒന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പും രാവിലെ എഴുന്നേറ്റ ശേഷം ഈ സ്ക്രീൻ ടൈം ഒന്ന് കുറയ്ക്കാൻ ഒരു 20 മിനിറ്റ്സ് ബിഫോർ ബെഡ് നമ്മൾ സ്ക്രീൻ ടൈം ഒന്ന് കുറച്ച് നമ്മുടെ മനസ്സൊന്ന് കാമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ ഓവർലോഡ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് ശാന്താവും. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്ലീപ്പ് നമുക്ക് കിട്ടും. പിറ്റേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് എഴുന്നേൽക്കാനും സാധിക്കും. അപ്പൊ ഈ ഒരു ടിപ്സ് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ മനസ്സിന്റെ ഭാരം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഒരു ഓവർലോഡ് നിങ്ങൾക്ക് നല്ല രീതിക്ക് കുറക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ എന്താ ഇഷ്യൂ, നിങ്ങൾ അത് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്, എന്നാൽ നിങ്ങളുടെ ഐഡിയാസ് ഉണ്ടാവും. അപ്പൊ ആ ഐഡിയാസ് നിങ്ങൾ ജസ്റ്റ് കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. അപ്പൊ സി യു ഇൻ മൈ അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ സി യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുക. അപ്പൊ സി യു, ബൈ.